ഈ കാടും പിച്ചി പറിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്നല്ല, വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ടൈം പോവണ്ടേ, ഒരു മണിയുടെ ഒരു ചെടി ഉണ്ടല്ലോ, അത് തപ്പി ഇറങ്ങി. നാളെ വന്നപ്പോൾ ആ ചെടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അതെല്ലാം അവർ വെട്ടി വൃത്തിയാക്കി. പിന്നെ എന്തായാലും അതും പ്രതീക്ഷിച്ച് വന്നതല്ല, അതുകൊണ്ട് കിട്ടിയത് നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിങ്ങോ നടന്നു വന്നപ്പോഴാണ് നമ്മൾ മാങ്ങ നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്ന് തിന്നാനൊക്കെ തോന്നും. അങ്ങനെ പിന്നെ അവിടെ ചോദിച്ചിട്ട് നമ്മളൊരു മാങ്ങ, പിന്നെ നമ്മൾ വരുന്ന കണ്ടുകൊണ്ട് വയലിൽ നിന്ന് പോത്ത് കയറി വന്നിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് അത് നമ്മളൊന്നും ചെയ്തില്ല. അപ്പോഴാണ് വയലിൽ ഇതുപോലൊരു ചെടി നിൽക്കുന്നത്. അപ്പോഴാണ് അതുകൊണ്ട് വീട്ടിൽ വെച്ചാൽ കുറച്ചുകൂടി ഭംഗി വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ മണിയുടെ ചെടിയും മറ്റേ ചെടിയും മാങ്ങയും എല്ലാം ആയിട്ട് നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് 2 ഫ്രണ്ട്സ് ഒക്കെ ടാറ്റ പറയും. അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉമ്മ ഇതാ നല്ല മുട്ട വെച്ച് കിഴങ്ങ് ബജിയും ഏത്തക്കാപ്പം ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇനി കുറച്ചുകൂടി സമയമുണ്ട് നമ്മുടെ ബാങ്ക് കൊടുക്കാൻ. ആ ടൈം കൊണ്ട് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്തോ പിന്നെയും സമയം കിടക്കുക. പിന്നെ നമ്മൾ വിചാരിച്ച ആ വയലിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്ന ചെടി, ഞാൻ അത് കൊണ്ടുവന്ന് 2 ചെടിച്ചട്ടിക്കകത്തൊക്കെ നട്ട്. കണ്ടില്ലേ ഗൈസ്, ഒരു അധ്വാനിയുടെ കൈ. ഇപ്പൊ നോക്കിയ വയലിൽ നമ്മൾ വെറുതെ നിന്ന സാധനത്തെ വീട്ടിൽ കൊണ്ടുവന്ന് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അപ്പോഴത്തേക്ക് നോമ്പ് കൊടുക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞ് വെറുതെ കലാകാരിയുടെ അടുത്ത പരിപാടി ക്ലീനർ വെച്ചിട്ട് നല്ല ഫ്ലേവർ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഒരു സകലകല വല്ലഭി തന്നെ. അത് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചോണ്ട് വെളിയിൽ പോയി ഈർക്കില് വേണമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ അത് എടുത്തോണ്ട് വന്നിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയ ഫ്ലേവർ എല്ലാം അഴിച്ച് ഈർക്കില് വെച്ചിട്ട് വേറെ എന്തോ ഉണ്ടാക്കി. ഫസ്റ്റ് ഉണ്ടാക്കിയതിന്റെ ഭംഗി ഇതിന് വന്നിട്ടില്ലെങ്കിലും. അപ്പൊ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.